പൾസർ സുനി ജാമ്യം കിട്ടി പുറത്തിറങ്ങി. വലിയ ആവേശത്തിലാണ് എല്ലാവരും വരവേറ്റത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പൾസർ സുനിയെ ഇത്ര ആവേശത്തോടെ വരവേക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ? ഒന്നാമതൊരു കേസിൽ 1-ാം പ്രതിയാണ്. ഈ പൾസർ സുനിയെ വലിയ ആവേശത്തോടെ ആളുകൾ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് അവിടെ പൾസർ സുനിക്ക് ഒരു സ്വീകരണം നൽകിയത്. ഇതിനു മുമ്പ് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പേര് നമ്മൾ കേട്ടത് സവാദ് വിഷയത്തിലാണ്. സവാദിന്, അതായത് ബസ്സിൽ വെച്ച് ലൈംഗിക അവയവം കാണിച്ചു എന്നും ഒരു പെൺകുട്ടിയോട് അതിക്രമം കാണിച്ചു എന്ന കേസിൽ അറസ്റ്റിലാകപ്പെട്ട സവാദ് ജാമ്യം കെട്ടി പുറത്തിറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് മുല്ലപ്പൂമാലയിട്ട് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരിക്കുന്ന കാഴ്ച കണ്ടത്. പിന്നീട് ആ കേസിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് അവിടെ നിൽക്കുകയാണ്. അപ്പം ഒരുപക്ഷെ ഒരു പരിധിവരെ അവിടെ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ആ സ്വീകരണ പരിപാടി സത്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട് ഒരു പരിധിവരെ. അന്ന് വിമർശനങ്ങൾ നേരിട്ടെങ്കിലും, കാരണം പിന്നീട് ആ പരാതിക്കാരിയുടെ പ്രവർത്തനങ്ങളും അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന തരത്തിലൊക്കെ സമൂഹത്തിന്റെ പല തട്ടിൽ ആക്ഷേപങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഈ തീരുമാനം എടുക്കുന്നത് ഇന്നലെ ജാമ്യം കിട്ടിയതിന് ശേഷമല്ല. ഇതിനു മുമ്പ് ഞാൻ വേറൊരു ചാനലിന് വേണ്ടി ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം അന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇന്നലെ ഈ പരിപാടി നടക്കുമ്പോൾ ഏതോ ചാനലിൽ ആ ഇന്റർവ്യൂവിനെ പറ്റി പറയുന്നുണ്ട്. പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കാത്തതിന്റെ പേരിൽ അവർ നിരാഹാര സത്യാഗ്രഹത്തിൽ ഒരുങ്ങാൻ പോവുകയാണ്. പൾസർ സുനിയുടെ അമ്മ ഞങ്ങളെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്, ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രമുഖയായ ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ഒരു പ്രതിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ സമരത്തിൽ ഒരുങ്ങുന്നത്. എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹം തെറ്റ് ചെയ്തില്ലയോ അതവിടെ നിൽക്കട്ടെ, പക്ഷെ 7 വർഷം കൊണ്ട് വിചാരണ തടവുകാരനായി ഈ ഒരു മനുഷ്യനെ അകത്തിട്ടിരിക്കുന്നു. അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷ വിധിക്കട്ടെ, വേണമെങ്കിൽ അയാളെ തൂക്കിക്കൊല്ലട്ടെ, അല്ലെങ്കിൽ ജീവപര്യന്തം വിധിക്കട്ടെ, എന്നിട്ട് അകത്ത് കിടക്കുന്നതിനകത്ത് ഒരർത്ഥമുണ്ട്. ഇതല്ലാതെ കേരളത്തിലെ പ്രമാദമായ ഒരു കേസിൽ, സിനിമാ ലോകത്തെ പല നടന്മാരുടെ, ദിലീപിന്റെ അടക്കമുള്ള പേരുകൾ വന്നുപോയൊരു കേസിൽ ഇതിന്റെ വിധി പറയാതെ നിയമപീഠം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് AKMA പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ പൾസർ സുനി പുറത്തിറങ്ങി വന്നപ്പോൾ ഇവരിവിടെ വലിയ ആരവത്തോടെ മാലയ്ക്കായിട്ടാണ് പോയി നിന്നത്. പക്ഷേ നമ്മൾ ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഈ മാലയൊന്നും ഏറ്റുവാങ്ങാൻ പൾസർ സുനി തയ്യാറായില്ല. അയാൾ നേരെ ഇറങ്ങി വന്ന് അഭിഭാഷകനൊപ്പം കാറിൽ കയറി അങ്ങ് പോവുകയാണ് ചെയ്തത്. നോക്കൂ, ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, കഷായം ഗ്രീഷ്മ എന്ന് നമ്മളൊക്കെ വളരെ തമാശയോട് പറയുകയും, പക്ഷെ ഒരു പയ്യനെ, പ്രണയിച്ച പയ്യനെ കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊന്ന ഒരു പെൺകുട്ടി, കൊലപാതകമാണ് ഈ കുറ്റം. വളരെ പ്രമാദമായ കേസാണ്. തന്നെയൊക്കെ എനിക്ക് തോന്നുന്നു ദിവസങ്ങളോളം തിരുവനന്തപുരത്ത് പോയി ക്യാമ്പ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത കേസാണ്. ഭയങ്കരമായി തന്നെ അത് ഓൺലൈൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രതി ഇന്ന് എവിടെയാ അറിയോ? ജയിലിലുണ്ടോ? ജയിലിലുണ്ടോ? ഇല്ല. അവര് ജാമ്യം കിട്ടി അവിടെ ഉണ്ടായിരുന്ന വീടും വസ്തുവും ഒക്കെ വിറ്റതിന് ശേഷം അവർ തമിഴ്നാട്ടിലോ കർണാടകയിലോ എവിടെയോ പോയിട്ട് കുടുംബത്തോടൊപ്പം സുഖമായി ജീവിക്കുകയാണെന്നേ. ചിലപ്പോൾ അവൾ വേറെ കല്യാണം കഴിക്കും, സന്തതി പരമ്പരകളെ പെറ്റുകൂട്ടും, അവർ ജീവിക്കും. പക്ഷെ അപ്പോഴും ഇവിടെ ഞാൻ ഒരു ഉദാഹരണമാണ്, പ്രമാദമായ ഒരു കേസായിട്ടാണ് ഒരു ഉദാഹരണം. അപ്പൊ സ്വാഭാവികമായും സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്, നിയമങ്ങളുടെ പരിരക്ഷ. കഷായം ഗ്രീഷ്മയുടെ കേസ് വന്നപ്പോൾ അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞൊരു ഡയലോഗ് നമുക്കൊക്കെ ഓർമ്മയുണ്ട്, നന്നായി പഠിക്കുന്ന ഒരു പാവം പെൺകുട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും കുറ്റകൃത്യം ചെയ്യുന്നത് സ്ത്രീകളാണെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കുന്നതിലും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നതിനും വലിയ നിയമപീഠം എന്തോ ഞാൻ കോടതികളെ വിമർശിക്കുകയല്ല, നിയമത്തെ വിമർശിക്കുകയല്ല, ഒരു ഇളവ് അവർക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യകത എന്താണ്? ഇപ്പോൾ സ്ത്രീ സമത്വം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, സ്ത്രീ സമത്വം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫെമിനിസ്റ്റുകളും അല്ലാത്ത ആളുകളും ഒക്കെ ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സ്ത്രീകൾക്ക് സമത്വം കൊടുക്കണം, 50% സംവരണം കൊടുക്കണം. ആ 50% സംവരണം എല്ലാ മേഖലയിലും കൊടുക്കണം. ഇപ്പം തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലേക്ക് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നു. എന്തുകൊണ്ട് ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നടത്തുന്നില്ല? കാരണം ഇത് തീരുമാനം എടുക്കേണ്ടുന്ന വലിയ അണ്ണന്മാർ ഭരിക്കുന്ന അവിടെ ഇരുന്നിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയും 50% സംവരണം ഏർപ്പെടുത്തണം. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീക്ക് സമത്വം കൊടുക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ സ്ത്രീകൾക്ക് ഈ പറയപ്പെടുന്ന അവർ കുറ്റവാളികളാകുന്ന കേസിലും സ്ത്രീ എന്ന പരിഗണന കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, ഇപ്പോ പ്രമാദമായ ഈ കേസാണല്ലോ, പൾസർ സുനിയുമായി ബന്ധപ്പെട്ട ഈ കേസാണ് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് നയിച്ചതും കേരളത്തിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന വലിയ വിവാദങ്ങൾ. ആ വിവാദങ്ങൾക്കിടയിലാണ് പൾസർ സുനിക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയതെന്ന് നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊല്ലം MLA M മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു സിനിമാ നടിയെ കുറിച്ച് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിന്റെ മുന്നിൽ നിന്ന് ഉരുകിത്തീരുന്നത് നമ്മൾ കണ്ടു. അവർക്കെതിരെ ഇപ്പൊ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പീഡിപ്പിച്ച മുകേഷിനോട് പണം ചോദിച്ചു, ഉമ്മയുടെ സ്മൈലി അയച്ചു. ഉമ്മയുടെ സ്മൈലി എന്ന് പറഞ്ഞാൽ എന്തായാലും പീഡിപ്പിച്ചല്ലോ, സ്മൈലി അയച്ചു. അപ്പോ ഒന്ന് ആലോചിച്ചു, എന്നെ ക്രൂരമായി ഇത്രയൊക്കെ പീഡിപ്പിച്ചിട്ട് ഒരു 25,000 രൂപ ചോദിച്ചിട്ട് തന്നാലെന്താ, അല്ലേ എന്നാണ് ചോദിച്ചത്.
പറഞ്ഞത്. പിന്നെ പിന്നീട് എനിക്ക് സിനിമയിൽ അവസരം വേണ്ടേ, അമ്മ സംഘടനയിൽ അംഗത്വം കൊടുക്കണം, അതുകൊണ്ട് ഞാൻ പീഡിപ്പിച്ചത് അങ്ങ് മറന്നു, പിന്നീട് സ്നേഹമായി. അപ്പൊ സ്വാഭാവികമായിട്ട് നിവിൻ പോളി കേസ് നമ്മൾ കണ്ടു. നിവിൻ പോളി കേസ് എന്തായി? ഒന്നുമില്ല. നിവിൻ പോളിയുടെ കൃത്യമായ ഉത്തരത്തോടെ നമ്മൾ അന്നും പറഞ്ഞ് നിവിൻ പോളിക്കൊപ്പം നിന്ന് സംസാരിച്ചതാ. അപ്പോ ഈ കേസുകളൊക്കെ വന്നതോടെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ, സോറി, ഈ പുരുഷന്മാർക്കെതിരെയുള്ള ആരോപണങ്ങളൊന്നും സൂര്യ ഇപ്പൊ ഇന്നലെ പിന്നെ അമേരിക്കയിൽ നിന്ന് വന്ന വഴിക്ക് മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാം സമയമാകുമ്പോൾ പുറത്തു വിടും. ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ ഒരു കഥ നമ്മൾ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ സ്വാഭാവികമായിട്ടും തെളിവുള്ള റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെല്ലുവിളിക്കാൻ തയ്യാറാണെങ്കിൽ ആ നടിക്ക് മുന്നോട്ട് വന്ന് വെല്ലുവിളിക്കാൻ ഞങ്ങളുടെ തെളിവുണ്ട്, തെളിവ് പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തെങ്കിലും തന്നെ ഉണ്ട്. ഓക്കെ. അപ്പോ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇപ്പൊ ഈ AKM, ഈ പറയപ്പെടുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ പൾസർ സുനിക്ക് സ്വീകരണം കൊടുത്തു. അവരടുത്തത് ഇന്ന് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറിനെ ഏതോ പോലീസിന്റെ ഏതോ അന്വേഷണ കമ്മിറ്റിയിൽ എടുക്കണം, അപ്പൊ അദ്ദേഹം സൂപ്പർ ഹീറോ ആണ്, മാധ്യമധർമ്മം എന്താണെന്ന് കാണിച്ചു. വേറെ കൊണ്ടല്ല, ആണുങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവരുടെയൊക്കെ വലിച്ചു കയറി ഒട്ടിച്ച് തെളിവുകളടക്കം പുറത്തു കൊണ്ടുവന്നു അരുൺകുമാർ. അതുകൊണ്ട് അരുൺകുമാറിനെ അവർ ആദരിക്കുക. അരുൺകുമാർ പോകുന്ന എനിക്കറിയില്ല. അതിനുവേണ്ടിയുള്ള പരിപാടികളായിട്ട് അവർ രാവിലെ പോസ്റ്റർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ പറയുന്നൊരു സാധനമുണ്ട്, തെറ്റ് ചെയ്തവർ ശിക്ഷിച്ചോട്ടെ. പക്ഷേ സ്ത്രീ എന്ന പരിഗണന വെച്ച് ആണുങ്ങൾക്ക് മേൽ കുതിര കയറാൻ പോകുന്ന ഇപ്പൊ AKMയുടെ എല്ലാ നിലപാടുകളോടും എനിക്ക് യോജിപ്പില്ല. പൾസർ സുനിക്ക് സ്വീകരണം കൊടുക്കേണ്ട ആവശ്യകത ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ നിലപാട്. അപ്പോൾ എന്നിരുന്നാലും പെണ്ണെന്ന പരിഗണന വെച്ച് അവിടുത്തെ ആണുങ്ങളെയൊക്കെ എന്തൊക്കെയോ അങ്ങ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു 5% സ്ത്രീകളുണ്ട് നാട്ടിൽ. അവർക്കെതിരെ ചോദിക്കാനും പറയാനും ഒക്കെ ആരെങ്കിലും ഒക്കെ ഉള്ളത് വളരെ നല്ലതാണ്. അപ്പൊ അത് അല്ലല്ലോ രേഷ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്ത് ക്രൂരമായാണ് ആ പെണ്ണ് കൊന്നത് എന്ന് പറഞ്ഞാൽ, പിന്നെ ഇനി പെണ്ണെന്ന് വിളിച്ച് അവളെ പിന്നെ അവൾക്ക് ആ ബഹുമാനം കൊടുത്തില്ല എന്ന് പറഞ്ഞ് കുറെ പേര് കമന്റുമായിട്ട് വരും. ഞാൻ അങ്ങനെ വിളിക്കൂ, കാരണം ആ അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം നമ്മൾ നേരിട്ട് പോയി കണ്ടവരാണ്. ആ ശരീരം ഉള്ളെല്ലാം ദ്രവിച്ച് അത്രയും വലിയ കീടനാശിനിയാണ് അവൻ്റെ ഉള്ളിലേക്ക് പോയത്. ആ ചെറുപ്പക്കാരൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ഒരു കൂസലുമില്ലാതെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി അവൾ ലേവിഷായിട്ട് സന്തോഷത്തോടെ നടക്കുന്നു. അവിടെയാണ് പൾസർ സുനി 7.5 വർഷം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ട് പോലും ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാതെ കിടന്നത് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. അല്ല രോജി, അതിൽ വേറൊരു കാര്യമുണ്ട്. താങ്കളുടെ അടുത്ത സുഹൃത്തും കൂടി ആയിട്ടുള്ള അഖിൽ മാരാർ ഒരു കാര്യം കുറച്ച് മുമ്പ് പറയുണ്ടായി. അതായത് എല്ലാ സ്ത്രീകളെയും ഞാൻ ബഹുമാനിക്കില്ല, കാരണം എൻ്റെ അമ്മയെയും പെങ്ങളെയും ഭാര്യയെയും എൻ്റെ അടുത്ത സുഹൃത്തുക്കളെയും ഒക്കെ ബഹുമാനിക്കുന്നത് പോലെ ഞാൻ എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കില്ല. കാരണം ജോളി, കുടുംബത്തിലെ ഇത്രയേറെ ആളുകളെ കൊന്ന ജോളി, കൂടത്തായിലെ ജോളിയെയും അതുപോലെ തന്നെ ഈ കഷായം ഗ്രീഷ്മയും ഉൾപ്പെടെയുള്ള ആളുകളെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ അമ്മയും പെങ്ങളെയും കാണുന്ന പോലെ എനിക്ക് ഇവരെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഫെമിനിസത്തിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് സ്ത്രീ എന്ത് ചെയ്താലും അതിൽ ഒരു പ്രശ്നമില്ല, അതിൽ കുറെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അവർ പറഞ്ഞതെല്ലാം അംഗീകരിക്കണം എന്നുള്ളൊരു, അതെ, നിയമം പോലും എന്താവുന്നില്ല, തുല്യത കൽപ്പിക്കുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം വരുന്നത്. ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഞാൻ സാധിക വേണുഗോപാലിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തു. സാധിക വേണുഗോപാലിന്റെ ഇന്റർവ്യൂവിൽ സാധിക കൃത്യമായി കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ആ ഇന്റർവ്യൂ അധികം പേര് കണ്ടിട്ടില്ല. അത് ഹൈലൈറ്റ് ഓണം ആയതുകൊണ്ടാകാം. നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് തന്നെ. ഞാനും തന്നെയും പാർത്തനും ഒക്കെ ഇവിടെ നിന്ന് ഇതേ ഫ്ലോറിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് പറഞ്ഞത്. നോക്കൂ, സ്ത്രീകൾക്ക് പിന്നെ ഇത് ഇന്നലെ ഒന്നുമില്ല. സാധിക വേണുഗോപാലൊക്കെ ഇത് ഓപ്പൺ ആയിട്ട് പണ്ടും പറയുന്ന ആളുകളാണ്. അപ്പോൾ സാധിക പറയുന്നത് എത്രയോ പേര് വിളിച്ച് ചോദിക്കും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ? അപ്പം അല്ല എന്ന് ഒരു നോ പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു. ഈ നോ പറയാതെ ഈ രണ്ട് മനസ്സായിട്ട് നിൽക്കുന്നവർക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് സാധിക പറയുന്നൊരു സാധനമുണ്ട്, ഈ സ്ത്രീകൾക്ക് ഈ ഡ്രസ്സ് മാറാനും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങൾ സെറ്റിൽ ചെയ്ത് ഇതാരും ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ആണുങ്ങളാണ് പിന്നെയും ക്യാരവാൻ തുറന്നു കൊടുക്കുന്നത്. പോയിട്ട് വരൂ മോളെ, പോയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ കലാഭവൻ മണിയുടെ ഏതോ ഒരു സെറ്റിലുണ്ടായ ഒരു വിഷയം പുള്ളിക്കാരി പറഞ്ഞു. വളരെ സന്തോഷത്തോടെ കാട്ടിലായിരുന്നിട്ട് പോലും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോൾ സാധികയൊക്കെ കുറെ സീരിയലിലും കുക്കറി ഷോയൊക്കെ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് ഈ സ്ത്രീകൾ വലിയ അറിയാം, ബാത്റൂമൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കും. അല്ലാതുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഈ സാധിക ഇത്ര വലിയ ആർട്ടിസ്റ്റായിട്ട് പറയുന്നത്, ഒരു ദിവസം ക്യാരവാനിൽ പോയിട്ട് നായികയോട് പറയാൻ എനിക്ക് ടോയ്ലറ്റിൽ നിന്ന് പോകണം. ആ ദിവസം തുറന്നു കൊടുത്തു. 2ാമത്തെ ദിവസം ചെന്നപ്പോൾ ഈ നായിക അവിടെ ഇല്ല. നായിക പറഞ്ഞേൽപ്പിച്ചു കൊടുക്കണ്ട, തുറക്കണ്ട എന്ന്. അത് നോക്കൂ, അപ്പോൾ ഇവിടെ കുറ്റക്കാരാരാ? സ്ത്രീകളാണ്. ഈ സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും ചർച്ച ചെയ്യില്ല? അവിടെ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ എന്താണ്, എല്ലാ സ്ത്രീകളുടെയും വക്താവായി നിൽക്കുന്ന ഒരു വലിയ നടി, അതായത് ഇപ്പം എന്താണ് നിലപാടിന്റെ രാജകുമാരി എന്നൊക്കെ പറയുന്ന ഒരു നടി, അവരുടെ കാരവാനുമായി ബന്ധപ്പെട്ട് ഒരു നടിക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുക്കാത്തത് പബ്ലിക്കായിട്ട് അവരുടെ പേരടക്കം, ഞാനിപ്പോൾ പറയുന്നില്ല, പേരടക്കം മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ തോന്നിവാസമാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ നടന്മാർക്കെതിരെ ആരോപണം വന്നതുപോലെ റിമ കല്ലിങ്ങലിനെതിരെ ആരോപണം വന്നില്ലേ, രേവതിക്കെതിരെ ഈ ആരോപണങ്ങളുടെ സത്യസന്ധത അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച അതേ പയ്യൻ രേവതിക്കെതിരെ ആരോപണം ഉന്നയിച്ചില്ലേ. അപ്പോ സ്വാഭാവികമായും ഇത് സ്ത്രീ എന്നൊരു പരിരക്ഷ
പലയിടത്തും കിട്ടുന്നുണ്ട്, അത് ഒഴിവാക്കും. ഒരു കാര്യം കൂടെ, ഈ വട്ടിയൂർക്ക അജിത് കുമാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തിരുവനന്തപുരത്തുള്ള ഒരു എനിക്ക് തോന്നുന്നു ഒരു മധ്യവയസ്കനാണ്, പുള്ളിക്കാരനെതിരെ ഒരു കേസ് വന്നു, ഒരു എന്തോ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഹണി ട്രാപ്പ് കേസോ അങ്ങനെയായിരുന്നു തോന്നുന്നു, പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കേസിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അവസാനം കോടതി ഇടപെട്ടു. കോടതിയിൽ വിചാരണ പോലും ഇല്ലാതെ അയാളെ വെറുതെ വിട്ടു. അന്ന് ഇതൊരു ആഘോഷമാക്കിയ മാധ്യമങ്ങൾ ഈ കാര്യം പിന്നെ എന്ത് ചെയ്തിട്ടില്ല, ഈ വെറുതെ വിട്ടപ്പോൾ അത് ചർച്ച ചെയ്തിട്ടില്ല. ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇത് പോലീസുകാരെയൊക്കെ തേൻകണിയിൽ പെടുത്തിയ ഒരു അറിയില്ല. ആ കേസുണ്ട്, ആ കേസും ഇത്തരത്തിലുണ്ട്. ഇത് മാത്രമല്ല, ഈ തൃശ്ശൂർ ഒരു പാസ്റ്ററുടെ കേസ് ഇതേപോലെ ആയിരുന്നു. പുള്ളിയെ പോക്സോ കേസിൽ പെടുത്തി. അത് പോക്സോ കേസാ. അപ്പോൾ ഇതിന്റെ പേരിൽ എനിക്ക് അബദ്ധം പറ്റുമ്പോൾ ഞാൻ ആ വാർത്ത ചെയ്യാൻ വേണ്ടി എല്ലാം എടുത്തു വെച്ച് ഞാൻ സംസാരിച്ചാണ്. പിന്നീട് എനിക്കതിനകത്ത് എന്തോ പാളിച്ച് മാറ്റി വെച്ചൊരു സാധനമാണ്. അപ്പോൾ അവസാനം ഈ കേസൊന്നും അല്ലാതെ ഇതാരും റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ വാർത്തകൾ ചെയ്തവർ ഇവർക്കെതിരെ വാർത്ത. ഇതൊക്കെ ഭയങ്കര കഷ്ടമാണ് തന്നെ. ഒരു നമ്മളടക്കം ഒരു കേസ് വരുമ്പോൾ എടുത്തു വെച്ച് നമ്മൾ അവരെ മാക്സിമം ഹരാസ് ചെയ്യും. അതേസമയം ഇത് ഇപ്പൊ ഒരു ട്രെൻഡ് മാറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും അത് ഈ 24 റിപ്പോർട്ടർ തമ്മിൽ പോരാടാൻ തുടങ്ങിയ ശേഷം ഇപ്പൊ ഒരാളൊരു സാധനം എക്സ്ക്ലൂസീവ് ആയിട്ട് വരികയാണ്, ഇതല്ല സത്യം എന്ന് തെളിയിക്കാൻ മറ്റടുത്തൊരു മത്സരം നടക്കുന്നുണ്ട്. റിപ്പോർട്ടറിന്റെ ചില കാര്യങ്ങൾ മറ്റവർ പൊളിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഒരു സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഈ പൾസർ സുന്നി എന്ന് പറയുന്ന കുറ്റവാളിക്ക് സ്വീകരണം അർഹിക്കുന്നില്ലെങ്കിൽ പോലും 7-7.5 വർഷക്കാലം വിചാരണ തടവുകാരനായി അകത്ത് കിടക്കാൻ ഈ പറയപ്പെടുന്ന ഗ്രീഷ്മയെ പോലെയുള്ള കൊലപാതകളായ സ്ത്രീകൾ പുറത്തു നടക്കുമ്പോൾ പൾസർ സുന്നി അർഹനായിരുന്നില്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്. ഗ്രീഷ്മ നായികയെങ്കിൽ പൾസർ നായകൻ തന്നെയാണ്. അല്ല, ഞാൻ പൾസർ സുനിക്ക് ഈ സ്വീകരണം കൊടുത്തതിനോട് യോജിക്കുന്നില്ല. പക്ഷേ AKM പറയുന്ന ചില കാര്യങ്ങളിൽ കഴമ്പുണ്ട്.